ഗൈസ് ഓക്കെ ഗൈസ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അങ്ങനെ വൺ ടാപ്പ് പഠിക്കാമെന്നാണ്. ഓക്കെ, നിങ്ങൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. റീഡ് ചെയ്യാം. നിങ്ങൾ നോട്ട്സ് ആണെങ്കിൽ ശരി. ഓക്കെ, ഇതിന് പെർഫെക്റ്റായിട്ട് വൺ ടാപ്പ് പഠിക്കാൻ ഈ സെൻസി കണ്ടില്ല കേട്ടോ. അതിനിപ്പോഴും 200 സെൻസി തന്നെയാണ്. ഓക്കെ, എൻ്റെ അടുത്ത് സെൻസി ഇല്ല. ഇതാണ് എൻ്റെ വൺ ടാപ്പൊക്കെ. നമുക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ഷെയർ ലൈക്കൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മതി. ഇഷ്ടമെങ്കിൽ മാത്രം മതിക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഏത് ഫാനാണ്, പോർച്ചുഗലാണോ ബ്രസീലാണോ എന്നൊക്കെ അറിയാമെങ്കിൽ ഞാൻ പറയുന്നത് ഞാൻ പോർച്ചുഗലാണെന്നാണ്. കാരണം എനിക്ക് കൊച്ചുകാലം തൊട്ട് എവിടെയും കാണാത്തൊരു മാജിക്കായിരുന്നു. ബ്രസീലിനെ കണ്ടിട്ടുണ്ട്, അതിനേക്കാളും വലിയ മാജിക്ക്. പക്ഷേ ഈ കാലത്ത് ഞാൻ മാജിക്ക് കാണാൻ പറ്റില്ല. കാരണം ബ്രസീലിൽ ഒരാളുടെ നിന്ന് മാത്രം ഞാൻ മാജിക്ക് കണ്ടിട്ടുള്ളൂ. അതാരാന്നറിയാം നിങ്ങൾക്ക്? യെസ്, പെലെ, റൊണാൾഡോ നസാരിയോ അല്ല, റൊണാൾഡീനോ ആണ്. കാരണം അയാളുടെ ഡ്രിബിളിങ്സ് ഒക്കെ ഒരു സ്പെഷ്യൽ എഫക്റ്റ്സ് ആണ്. റിയലി ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളുടെ നല്ലത് മാത്രമല്ല, എന്നാലും ചില മാച്ചിൽ മാത്രം അയാൾ തെറ്റിപ്പോകാറുണ്ട്. അയാളുടെ കല വേറെ ആൾക്കാരുടെ കാലിൻ്റെ അടിമയാവാറുണ്ട്. പക്ഷേ എനിക്ക് അയാളെയാണ് താല്പര്യമായിട്ട് തോന്നിയത്. പിന്നെ റൊണാൾഡോനെയും. അവർ രണ്ടുപേരും മാത്രമാണ് ഈ ഫുട്ബോൾ ചരിത്രത്തിൽ റിയലി എനിക്ക് മാജിക്കായിട്ട് തോന്നി. റിയൽ മജീഷ്യൻ റിയലി റൊണാൾഡോ. പിന്നെ കിക്കിനൊക്കെ മാജിക്കായിട്ട് തോന്നിയത് റോബർട്ടോ കാർലോസിൻ്റെയാണ്. പവർഫുൾ കിക്കാണ്. ചിലവരൊക്കെ ഉണ്ട് യൂട്യൂബിൽ കണ്ടിട്ട് നോളേജ്, അതല്ല നമ്മൾ പവറാണ്. ഓക്കെ, എന്തായാലും നമുക്ക് വിഷയം മാറിപ്പോണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഒരു ലൈക്കാണ്. ഓക്കെ, അതൊക്കെ പ്രതീക്ഷിച്ചാണ് ഇതൊക്കെ ഇടുന്നത്. യെസ്, ജസ്റ്റ് ലൈക്ക് ഇറ്റ് അപ്പ് 485. നിങ്ങൾ വിചാരിച്ചാൽ ഈ ട്യൂട്ടോറിയൽ കണ്ടാൽ നിങ്ങൾ പെർഫെക്റ്റായിട്ട് ഫുൾ റെഡ് കയറുന്നു എന്ന് വിചാരിക്കണ്ട. XW7 റീസ്റ്റാർ ഒന്നാവുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഈ വീഡിയോ കണ്ടാൽ ഇതിൻ്റെ പകുതി ഭാഗം നിങ്ങൾ പറയുള്ളൂ. ഓക്കെ, ഇത് റിയലി എങ്ങനെ ചെയ്യണ്ടേന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ട ഇവിടെ ഇത്രയ്ക്കും ഡിസ്റ്റൻസിൽ വരാണ്. ക്ലോസ് റേഞ്ചിൽ ഭയങ്കരമായിട്ട് ഡ്രാഗ് ചെയ്യണം വെച്ചാൽ ഇത് കണ്ട ഇങ്ങനെ ഞാൻ അറ്റം വരെ ഡ്രാഗ് ചെയ്യും. ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മോളിക്ക് ഡ്രാഗ് ചെയ്യും ഇത്രയും ക്ലോസ് റേഞ്ചിൽ. അല്ലെങ്കിൽ ഈ ചെസ്റ്റിൽ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഹെഡിങ്ങിനും കയറണമെങ്കിൽ കണ്ട മൂവ്മെൻ്റ് എടുത്ത് ആ ക്ലോസ് റേഞ്ച് കയറുകയാണെങ്കിൽ കയറുന്നത്. പക്ഷേ ലോങ് റേഞ്ചിൽ കണ്ടുണ്ട്. പിന്നെ മൂവ്മെൻറ്റ്സിനാണ് ഇൻക്ലൂഡ് ചെയ്യാണ്ട് കാണിച്ചു തരാം. നോർമൽ മൂവ്മെൻറ്റ്, എൻ്റെ ഫ്രീ സ്റ്റൈൽ മൂവ്മെൻറ്റ് അല്ലാണ്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടാലും കയറുന്നില്ല. എൻ്റെ ഡിവൈസ് ഇഷ്യൂ ഒന്നുമല്ല. ഇതിലൊക്കെ കൂടുതൽ കയറും. എൻ്റെ ഈ ഒരു റേഞ്ചിലേക്ക് കയറും കേട്ടോ. എനിക്ക് ഇത്രയ്ക്കും ക്ലോസൊന്നും കയറില്ല. നിങ്ങളീ കയറില്ല വിചാരിക്കും. നിങ്ങൾ PC പ്ലെയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പാഡായിട്ട് കളിക്കാൻ പറ്റും. പക്ഷേ സോറി PC പ്ലെയേഴ്സ്, ഞാൻ PC കളിച്ചിട്ടില്ല. ഗെയിമുള്ള പൈസ ഇല്ല. പൈസ നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ, നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണം. ഓക്കെ, ഏതായാലും കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങൾ സ്ലോ ആയിട്ട് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയേ
ഇതേ ഇങ്ങനെ അല്ലാണ്ട് നിങ്ങൾ ചിലപ്പോൾ ഇതിൻ്റെ ഹൈ ആയിട്ട് നോക്കി എൻ്റെ വണ്ടപ്പോൾ കയറുന്നുള്ളോടെ. ഫോർ എക്സാമ്പിൾ എന്താ വണ്ടപ്പോൾ കയറുന്നുള്ളൂ കണ്ടാ മുകളിൽ കയറിപ്പോയത് കണ്ടാ. ഇപ്പോൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റില്ലാവും. ഇവിടെയാണ് ആ ഒരു ഹിറ്റ് നടന്നത്, തലയുടെ തൊട്ട് മുകളിൽ. നിങ്ങൾക്ക് ആ പ്രോബ്ലം ഡിവൈസ് ചെയ്യണമെങ്കിൽ നോക്കിയേ, എൻ്റെ കൈ കണ്ടാ. ഇത് ഷൂട്ടിംഗ് ബട്ടണാണെന്ന് വിചാരിച്ചാൽ, ഈ റൺ ബട്ടൺ ഷൂട്ടിംഗ് ബട്ടണാണെന്ന് വിചാരിച്ചാൽ ഈ ഗ്ലൂ വാൾ ബട്ടൺ ഇല്ലേ അതിനെ നടുക്കൊണ്ട് വരട്ടെ. വേണ്ട, വേറെ ചൂടി. ഈ അച്ചൂടിയിൽ ഗ്ലൂ വാൾ ബട്ടൺ നടുക്ക് ഇത്രയ്ക്ക് സൈസ്. ഓക്കെ, ഇത് ഈ ഷൂട്ടിംഗ് ബട്ടൺ വിചാരിച്ചിട്ടാ. ഓക്കെ ഓക്കെ അത് നിങ്ങൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്യണം. സൊല്യൂഷൻ ഞാൻ കാട്ടിത്തരാം. ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ ഓക്കെ നിങ്ങളുടെ മൂവ്മെൻറ്റ് കുറയും. എനിക്കത് അത്രയ്ക്ക് അടിക്കാറില്ല, പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കയറും. വേണ്ട, ഇതുപോലെ ഓവറായിട്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയാൻ കാരണം, ഞാൻ ചെയ്യാത്ത കാരണം ഇത് കണ്ട, ഇത് കൂടുതലും സൈഡിലേക്കാണ് പോവുക. കണ്ട, സൈഡിലേക്കാണ് പോവുക. പക്ഷെ ഞാൻ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ അതെനിക്ക് കംഫർട്ടബിൾ അതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് പഠിക്കാം. പക്ഷെ അത് പെർഫെക്റ്റ് ആക്കണമെന്നുള്ളൂ. എന്ന് വെച്ചാൽ അത് ഇങ്ങനെ അടിക്കണം. ഉണ്ടാ, അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് ചെയ്യണം. അത്രയും കൂടുതലാവാനും പാടില്ല. അങ്ങനെ പെർഫെക്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൂവ്മെൻറ്റ് സ്പീഡ് നല്ലോണം കുറയും കേട്ടോ. അടിക്കുമ്പോൾ ഹിറ്റ് ടൈമിങ് നിങ്ങളുടെ കുറയും. പക്ഷെ ഇതിൽ മിന്നൽ വേഗത്തിൽ ഹിറ്റാവും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കിനി ഇപ്പോൾ പഠിക്കാൻ പഠിച്ചു എന്ന് വിചാരിക്കാം. ഇനി ഞാൻ കാണിച്ചു തരാം മൂവിങ് ഒബ്ജക്ട്സിനെ എങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. സ്പ്രിൻ്റ് ഇട്ടു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണ്ടേ. ടാർഗറ്റ് അച്ചീവ് ഒരു 150 ഇടാം. വെസ്റ്റും ഇതും. ഓക്കെ, നമുക്കിത് സ്റ്റാർട്ട് ചെയ്യണ്ടേ. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യണ്ടേ. അപ്പോൾ ശരിയായി. ഓക്കെ, ഇതുപോലെ സ്പ്രിൻ്റ് ചെയ്തുകൊണ്ടുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ടേക്ക് സ്പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴാണ് ഏറ്റവും എളുപ്പം. കണ്ട, ഇങ്ങോട്ടേക്ക് സ്പ്രിൻ്റ് ചെയ്ത് വരില്ല ലോങ്ങ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ടയറിൻ്റെ മുകളിൽ കയറി നിൽക്കുക. ഇതൊരു ഹൗസാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. അവിടെ നിന്ന് ഒരാൾ സ്പ്രിൻ്റ് ചെയ്ത് ഓടി വരികയാണ്. ഓക്കെ, ആളെ 1 ടാപ്പ്, അടുത്ത ആളെ 1 ടാപ്പ്. ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് സ്പ്രിൻ്റ് ചെയ്യുമ്പോൾ എനിക്കൊന്നും കയറാത്ത പോലെ. അടുത്ത ഇത് 1 ടാപ്പ് അല്ല കേട്ടോ. അടുത്ത കുത്തിപ്പിടി, ഈ കുത്തിപ്പിടി. ഓക്കെ, ഇനി നമുക്ക് സൈഡിലോട്ട് പഠിക്കാം. ഇങ്ങനെ ആൾക്കാർ വരുമ്പോൾ പെർഫെക്റ്റ് ടൈമിങ്ങിന് അടിക്കണം നിങ്ങൾ. എന്നുവെച്ചാൽ അവർ ഇങ്ങനെ ഓടിപ്പോകുമ്പോൾ റീലടിക്കാൻ സോ ഹാർഡാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറേ പ്രാക്ടീസ് ചെയ്താൽ അതിനൊക്കെ അടിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.